എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ലാൻഡ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു അടിപൊളി വില്ലേജ് കാണിക്കുന്നു. ആ ഗ്രാമത്തിലേക്ക് ആരോ മൂന്ന് കൊള്ളക്കാര് ഇപ്പൊ കാട്ടിലിരുന്ന് നോക്കിയിരിക്കുകയാണ്. അവർക്ക് ആവശ്യം ആ ഒരു അടിപൊളി ഗ്രാമമാണ്. ഓൾറെഡി അവർ ആ ഗ്രാമത്തിലെ ഒരുപാട് നേതാക്കളെ അവരുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അവർക്ക് 3 പേർക്കും സഹായികളായി ഒരുപാട് പട്ടാളക്കാരും ഉണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ആ ഗ്രാമത്തിലേക്ക് കയറിപ്പറ്റി അത് നമുക്ക് അധീനതയിലാക്കണമെന്ന് അവർ 3 പേരും ഇപ്പൊ പരസ്പരം പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹൊക്കാഗെ ആൻറ്റി ഒരുപാട് പേരുടെ ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കുറെ കറക്കിക്കുത്തി അവസാനമായിട്ട് 3 ധീര യോദ്ധാക്കളെ നമ്മുടെ ഹൊക്കാഗെ കണ്ടുപിടിക്കും. ലാൻഡ് ഓഫ് ഗ്രീനിലെ മർച്ചന്റുകൾക്ക് ഇപ്പൊ സെക്യൂരിറ്റീസിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവരെ 3 പേരെയും ഞാൻ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. ഒരുപാട് കൊല്ലം ഞാൻ ആ ഗ്രാമത്തില് ഹാപ്പി ആയിട്ട് ജീവിച്ചതാണ്. കൂടുതലും അവിടെ ചൂതാട്ട ബിസിനസ്സുകളാണ് ഗ്രാമത്തിൽ മുഴുവനായിട്ടുള്ളത്. എനിക്ക് ചൂതാട്ടം അത് വളരെയേറെ ഇഷ്ടമാണ്. ഇതൊരു വലിയ മിഷൻ അല്ലെങ്കിൽ പോലും നല്ല 3 പേരെ വേണം എനിക്ക് അങ്ങോട്ട് അയക്കാൻ. ഇവിടെ ലാൻഡ് ഓഫ് ഗ്രീനില് അവിടുത്തെ മർച്ചന്റുകളെല്ലാം തന്നെ അവരുടെ വ്യാപാര സാധനവും തള്ളിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പൻ പുതിയ മിഷൻ കിട്ടിയ സന്തോഷത്തില് ഇപ്പൊ ചാടിത്തുള്ളി ഓടി വരികയാണ്. അവന്റെ പുറകെ തന്നെ ചോച്ചിയും ഹിനട്ടക്കുട്ടപ്പയും അവനെ അങ്ങനെ ഫോളോ ചെയ്ത് കാട്ടിലൂടെ ഓടി വരും. കുട്ടപ്പന്റെ സന്തോഷം കണ്ട് ഇപ്പൊ ചോച്ചി ചോദിക്കും, നീ ഇതിനു മാത്രം സന്തോഷിക്കാൻ ഇതൊരു വലിയ മിഷനൊന്നും അല്ലല്ലോ. അത് കേട്ട് കുട്ടപ്പൻ വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില്, ഞാൻ ഇതിനോടകം 1000 വില്ലന്മാരെ തല്ലിക്കൊന്നു കളഞ്ഞു. ഇതെന്റെ 1001ാമത്തെ മിഷനാണ്. ഞാനിത് അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനും ടീംസും ആവട്ടെ ആ ഒരു മർച്ചന്റുകളുടെ തൊട്ടടുത്തെത്തും. അങ്ങനെ നമ്മുടെ 3 സ്വത്തുമണികളും ഇപ്പൊ മർച്ചന്റുകളുടെ അടുത്തേക്ക് ചെന്ന് അവരുമായി പരിചയപ്പെട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് മിഷൻ ആരംഭിക്കാൻ തുടങ്ങും. നമ്മുടെ 3 ആൾക്കാരും ആ മർച്ചന്റുമാരും എല്ലാവരും ചേർന്ന് ഉന്തുവണ്ടിയൊക്കെ തള്ളി ഇപ്പൊ ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകുമ്പോ ചോച്ചി ആവട്ടെ എപ്പോഴത്തേതും പോലെ ചിപ്സ് കഴിക്കാൻ തുടങ്ങും. അത് കണ്ടൊരു കുഞ്ഞിപ്പെണ്ണ്, നീ ആള് കൊള്ളാലോ, ഒറ്റയ്ക്കിരുന്ന് ചിപ്സ് തിന്നാണോ? ഈ ചിപ്സ് ആണോ നിന്റെ പവറിന്റെ രഹസ്യം? ഇത് കഴിച്ചാല് കുറെ പവർ കിട്ടുമെന്ന് ചോദിക്കുമ്പോ നമ്മുടെ ചോച്ചി ആവട്ടെ 5-6 ചിപ്സ് എടുത്ത് വായിലിട്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ഉന്തുവണ്ടി മുഴുവനായിട്ടും ഒറ്റയ്ക്ക് തള്ളി മുകളിലേക്ക് എത്തിക്കും. പക്ഷെ ഇവിടെ കുട്ടപ്പന് അവനുന്തുന്ന ആ ഒരു ഉന്തുവണ്ടിയെ വളരെ സ്പീഡില് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് കണ്ടിട്ട് ഒരു മർച്ചന്റ് പറയും, സോ നീ ചെറിയ കുട്ടിയാണല്ലേ, നിനക്കൊരു പവറും ഇല്ല, ഒട്ടും കഴിവില്ലാത്ത 5-6 ഞുണുങ്ങ് പിള്ളേരെയാണ് ഹൊക്കാഗെ അയച്ചതെന്ന് പറഞ്ഞ് അയാൾ കുട്ടപ്പനെ കളിയാക്കുമ്പോ നമ്മുടെ കുട്ടപ്പൻ ചോദിക്കും, നീ ചുമ്മാ ഡയലോഗ് അടിക്കല്ലാതെ ഈ ഒരു വണ്ടി തള്ളാനായിട്ട് നീ സഹായിക്കുന്നില്ല. ആദ്യം നീ തള്ളി കാണിക്ക്, എന്നിട്ട് ഞാൻ തള്ളാന്ന് പറയുമ്പോ വേറൊരുത്തൻ പറയും, ദയവായി അവനോട് ക്ഷമിക്കണം, അവന് സുഖമില്ല, അവൻ എന്തെങ്കിലുമൊക്കെ ചുമ്മാ വളവളാന്ന് പറയല്ലാതെ യാതൊരു കാര്യമില്ല എന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ വളരെ വേഗത്തില് ആ ഒരു വണ്ടി തള്ളാൻ തുടങ്ങും. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആ ഒരു വണ്ടി ഉന്തിത്തള്ളി ഒരു മലയുടെ മേലെ കൊണ്ടുവന്ന് അവരിപ്പോ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പനാണെങ്കിൽ കുടിക്കാൻ ഒരല്പം വെള്ളം പോലും കിട്ടാതെ ഇപ്പൊ വലഞ്ഞോണ്ടിരിക്കുകയാണ്. കുട്ടപ്പനെ കണ്ട് സങ്കടം തോന്നിയ ആ ഒരു കുഞ്ഞിപ്പെണ്ണാവട്ടെ അവളുടെ കയ്യിലുള്ള വെള്ളം ഇപ്പൊ കുട്ടപ്പന് കുടിക്കാൻ കൊടുക്കും. അപ്പോഴാണ് കുട്ടപ്പന് ആരുടെയും കയ്യിൽ വെള്ളമില്ലാത്തപ്പോ ഇവളുടെ കയ്യിൽ മാത്രം എങ്ങനെ വെള്ളം വന്നു എന്നൊരു സംശയം ഉണ്ടാവുക. അതിന് അവള് പറയും, ചെറുപ്പത്തിൽ തന്നെ എന്റെ ഗ്രാൻഡ് മദർ അതിനുവേണ്ട ഒരു ട്രെയിനിങ് എനിക്ക് തന്നിരുന്നു. ഇങ്ങനെ 2 കമ്പ് പിടിച്ച് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ ഫ്ലോ അതെങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി നമുക്ക് കറക്റ്റായിട്ട് വെള്ളം എടുക്കാൻ കഴിയും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ കുട്ടപ്പന്റെ മനസ്സിൽ 2 ലഡ്ഡു പൊട്ടും. കാരണം ഇനി കളഞ്ഞു പോകുന്ന പൈസ എല്ലാം തന്നെ ഈ ഒരു വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാലോ എന്ന് കുട്ടപ്പൻ കണക്ക് കൂട്ടും. അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇപ്പൊ വെള്ളം കുടിക്കുകയാണ്. അപ്പൊ അതിലൊരുത്തൻ പറയും, ഈ വെള്ളം ലാൻഡ് ഓഫ് ഗ്രീനിലെ വെള്ളത്തിന് അത്രയും വരില്ല, എങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവര് മുമ്പോട്ട് നടക്കുമ്പോ അപ്പോഴാണ് കുട്ടപ്പൻ ലാൻഡ് ഓഫ് ഗ്രീനിന്റെ പേര് കേട്ട് ആ ഗ്രാമത്തെക്കുറിച്ച് ഇപ്പൊ കൂടുതൽ കാര്യം ചോദിക്കുക. ലാൻഡ് ഓഫ് ഗ്രീൻ ഒരു അടിപൊളി ഗ്രാമമാണ്. ഒരു മലയുടെ മുകളിലാണ് ആ ഒരു ഗ്രാമം അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടു കൂടെയാണ് ഇത്രയും നാളും ജീവിച്ചു വന്നത്. ആർക്കും ഒന്നിനോടും ആർത്തിയില്ലാത്ത നല്ലൊരു ഗ്രാമം എന്ന് പറയുമ്പോൾ കുട്ടപ്പൻ ചോദിക്കും, പിന്നെ എന്തിനാണ് നിങ്ങൾക്കിപ്പോൾ ഒരു സെക്യൂരിറ്റീസിന്റെ ആവശ്യം? അത് മറ്റൊന്നും കൊണ്ടല്ല, ഗ്രാമത്തിലെല്ലാവരും പാവപ്പെട്ടവരും നല്ല സ്വഭാവക്കാരും ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് പേര് ചേർന്ന് ഞങ്ങളുടെ ഗ്രാമം അത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട അമ്മൂമ്മ ദേഷ്യപ്പെട്ട് പറയും, ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല, അതൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് ഫുൾ കലിപ്പില് അമ്മൂമ്മ അവിടുന്ന് കടന്നു പോകുമ്പോ കുട്ടപ്പൻ ചോദിക്കും, എന്തുപറ്റി, എന്തിനാണ് അമ്മൂമ്മ ദേഷ്യപ്പെട്ടതെന്ന്. അത് കേട്ട് ബാക്കിയുള്ളവർ പറയും,
അമ്മൂമ്മയ്ക്ക് ആരെയും കുറ്റം പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. അമ്മൂമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ആരോടും പറയാൻ അമ്മൂമ്മ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതേ സമയത്ത് തന്നെ ആ ഒരു കുഞ്ഞിപ്പെണ്ണ് അവൾ എങ്ങോട്ട് ഓടുന്ന കണ്ട് കുട്ടപ്പനാവട്ടെ അവളെ നോക്കി നിൽക്കും. അവൾ ഓടുന്ന കാണുമ്പോൾ തന്നെ ചോച്ചിക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ട്. അവൻ പുറകെ ഓടി അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ ലാൻഡ് ഓഫ് ഗ്രീനിൽ ഇപ്പോൾ ഒരുപാട് പുക പുറത്തേക്ക് വരുന്നതായിട്ട് ആ ഒരു കുഞ്ഞിപ്പെണ്ണ് കാണിച്ചു കൊടുക്കും. ചോച്ചി അവിടേക്ക് കുട്ടപ്പനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കുട്ടപ്പൻ പറയും, കുഴപ്പമില്ല, നിങ്ങൾ മുൻപോട്ട് പോയിക്കോളൂ, ഞാൻ എത്രയും പെട്ടെന്ന് ഗ്രാമത്തിൽ പോയി കാര്യം എന്താണെന്ന് അന്വേഷിച്ച് തിരികെ വരാമെന്ന് പറയും. അങ്ങനെ ഒരു സൈഡില് ചോച്ചിയും അവരെല്ലാവരും മുൻപോട്ട് യാത്ര തുടരുമ്പോൾ കാട്ടിലൂടെ കുട്ടപ്പനാവട്ടെ വില്ലേജിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് അവിടേക്ക് ഓടും. ഇവിടെ കുഞ്ഞിപ്പെണ്ണിന്റെ കയ്യില് ആ ഒരു ചോച്ച് കൊടുത്ത ചിപ്സ് പാക്കറ്റ് തീർന്ന് അവൾ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവളുടെ കൂടെയുള്ള മറ്റൊരുത്തൻ അവൾക്ക് നേരെ ചിപ്സ് പാക്കറ്റ് നീട്ടിയിട്ട്, നീ സീക്രട്ട് ആയിട്ട് നറൂട്ടോ കുട്ടപ്പനോടും ചോച്ചിയോടും എന്താ പറഞ്ഞെന്ന് പറ, അത് പറയുകയാണെങ്കിൽ ഈ ഒരു ചിപ്സ് പാക്കറ്റ് തരാമെന്ന് പറയുമ്പോൾ അവളാവട്ടെ വേറെ വഴിയില്ലാതെ നമ്മുടെ ഗ്രാമത്തില് ലാൻഡ് ഓഫ് ഗ്രീനില് എന്തോ ഒരു കറുത്ത പുക പടരുന്നതായിട്ട് ഞാൻ കണ്ടു, അതാണ് ഞാൻ അവരോട് പറഞ്ഞെന്ന് പറയുമ്പോൾ അവരാകെ ടെൻഷനായിട്ട് ഇപ്പൊ എന്തൊക്കെയോ പറയാൻ തുടങ്ങും. കട്ട് ചെയ്ത കുട്ടപ്പൻ ഒരു മാപ്പ് നോക്കി ആകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോൾ അവന് നേരെ ഇപ്പൊ ഒരുപാട് നിഞ്ചാ ബ്ലേഡ് എവിടുന്നൊക്കെയോ പറന്നു വരും. അത് കണ്ട് ഷോക്കായിട്ട് ഇപ്പൊ കുട്ടപ്പനാവട്ടെ പേടിച്ചരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അതിന് കുട്ടപ്പൻ, ഞാൻ ഉപദ്രവകാരിയല്ല, ഒരു കാര്യം അന്വേഷിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്, ദയവ് ചെയ്ത് കത്തി എറിയല്ലേ എന്ന് പറഞ്ഞ് അവൻ റിക്വസ്റ്റ് ചെയ്യുമെങ്കിലും അവര് നാനാ പുറത്തു നിന്ന് ഇപ്പൊ ഒരുപാട് ബ്ലേഡുകള് കുട്ടപ്പന്റെ നേരെ വലിച്ചെറിയും. പെട്ടെന്ന് ഒരുപാട് പേര് ചാടി അങ്ങോട്ട് വന്ന് കുട്ടപ്പന്റെ നേരെ ഒരുപാട് ബോംബും കത്തികളൊക്കെ വലിച്ചെറിയുമ്പോ കുട്ടപ്പനാവട്ടെ അതിന്റെ ഇടയിൽ പെട്ടുപോയി പൊട്ടി അങ്ങോട്ട് തെറിക്കും. അതില് കുട്ടപ്പൻ തെറിച്ചു പോയി വീണ് ആ വില്ലന്മാരെല്ലാവരും ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് അങ്ങനെ ചാടി വീണ് കുട്ടപ്പനെ നോക്കും. പക്ഷെ എന്താ, കുട്ടപ്പൻ കിടന്നെടുത്ത് വെറും മരക്കട്ടകൾ മാത്രമേ അവർക്ക് കാണാൻ കഴിയൂ. അവൻ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നൈസായിട്ട് രക്ഷപ്പെട്ട് ഇപ്പൊ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പനും ക്ലൗൺസും വില്ലന്മാരുടെ അടുത്തേക്ക് ചാടി അങ്ങോട്ട് വീഴും. അപ്പൊ വില്ലന്മാര് നമ്മുടെ കുട്ടപ്പനെയും ടീംസിനെ കണ്ട് 100-110 ട്രൗസറും പൊക്കി മുൻപോട്ടോടും. അവര് നമ്മളെ കണ്ട് പേടിച്ചു പോയെന്ന് കരുതി കുട്ടപ്പനും ടീംസും കാഷ്വൽ ആയിട്ട് നിൽക്കുമ്പോ വില്ലന്മാരാവട്ടെ ടീമായി അവിടേക്ക് ചാടി വീണ് കുട്ടപ്പന്റെ എല്ലാ ക്ലൗൺസിനെയും തല്ലി അങ്ങോട്ട് കൊല്ലും. അവസാനം 2 കുട്ടപ്പന്മാര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ചാടി നിൽക്കും. അപ്പം വില്ലന്മാരും ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ആ 2 കുട്ടപ്പന്മാർക്കും നേരെ ഇപ്പൊ ഒരുപാട് കത്തികള് വലിച്ചെറിയും. കത്തി കൊണ്ട് ആ 2 കുട്ടപ്പന്മാരും അവിടുന്ന് മാഞ്ഞു പോകുമ്പോഴായിരിക്കും അവര് കാണുക നമ്മുടെ യഥാർത്ഥ കുട്ടപ്പൻ അവനൊരു മരക്കൊമ്പിലിരുന്ന് ഈ കാര്യങ്ങളെല്ലാം ഹായായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ ഉടനെ അവർക്ക് ടാറ്റ ബൈബൈയും കൊടുത്ത് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഇപ്പൊ ഓടി വരും. ചോച്ചീനെയും ഇനിട്ടയും മാറ്റി നിർത്തി കുട്ടപ്പനാവട്ടെ കാര്യങ്ങളെല്ലാം അവരോട് പറയും. നമ്മൾ പോകുന്ന വഴിയിൽ വലിയൊരു അപകടം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. 2 നിഞ്ചകള് അവരെന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ തലനാരിഴയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടു വന്നു. അപ്പൊ ഹിനട്ട പറയും, നമുക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാര്യമായിട്ട് ആലോചിച്ച് ഒരു വഴി കണ്ടെത്തണം, കാരണം നമ്മുടെ കൂടെ വയസ്സായ ആളുകളും കുട്ടികളും എല്ലാവരും ഉണ്ട്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ പ്രശ്നമാവെന്ന് പറയുമ്പോൾ ചോച്ചി പറയും, എന്തുകൊണ്ട് നമുക്ക് റൂട്ട് മാറിപ്പോയിക്കൂടാ, വഴി മാറിപ്പോവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ ഗ്രാമത്തിലെത്താം. അപ്പൊ കുട്ടപ്പൻ പറയും, എന്നാൽ ഞാൻ പോയി ഇതുപോലൊരു അപകടമുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് റൂട്ട് മാറി പോകണമെന്ന് അവരുടെ അടുത്ത് പറയാം. അതിന് ഹിനട്ട പറയും, മണ്ടത്തരം പറയാതെ, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ടെൻഷൻ അടിക്കും, വളരെ കൂളായിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ അവരുടെ അടുത്തേക്ക് ഓടി വന്ന്, ഹലോ ഗായ്സ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പൊ യാതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വഴി മാറിപ്പോണം, ഫോർ എ ചേഞ്ച്, ഫോർ എ അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പൻ വെറുപ്പിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ 2 ആൾക്കാരും തലയ്ക്ക് കൈവച്ചിരിക്കും. അപ്പൊ അതേസമയം ഇപ്പൊ ലാൻഡ് ഓഫ് ഗ്രീനില് ആ ഒരു വില്ലന്മാര് പതിയെ കടന്നു കൂടിക്കഴിഞ്ഞു. അവരവിടെ ചെന്ന് ഒരുപാട് ആഗ്രഹിച്ച് ഫ്യൂഡൽ ലാഡിന്റെ എല്ലാ സമ്പാദ്യവും കണ്ടുകെട്ടുമെങ്കിലും അവരാഗ്രഹിച്ച അത്രയും പണം അവർക്ക് ലഭിക്കില്ല. ആ സമയത്ത് അതിലൊരു വില്ലൻ പറയും, എത്രയും പെട്ടെന്ന് ആ ഒരു ചെറിയ പെണ്ണിനെ അവളെ പിടിച്ചു കെട്ടണം, അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ അതിലുള്ള ഒരു കോലം പറയും, അവളെ അന്വേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിലൊരു തടിയും പറയും, നമ്മുടെ 2 പേരെ ആരോ ഒരാൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്,
അത് മറ്റാരെയും കുറിച്ചല്ല, സാക്ഷാൽ നമ്മുടെ കുട്ടപ്പനെ കുറിച്ചാണ് അവര് പറയാ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ലാൻഡ് ഓഫ് ഗ്രീനില് ഇവരെ സഹായിക്കുന്ന ഒരു ഉണ്ടപ്പൻ അവിടേക്ക് വരും. ഉണ്ടപ്പൻ വന്ന ഉടൻ തന്നെ പറയും, നിങ്ങൾ പറഞ്ഞതുപോലെ ഗ്രാമത്തിലുള്ള എല്ലാ പ്രമുഖന്മാരെയും ഞാൻ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് അത് തായോന്ന് പറയുമ്പോൾ മെയിൻ വില്ലൻ ആവട്ടെ, അതിനെന്താ, നിനക്ക് വേണ്ട പണം ദേ കിടക്കുന്നു, പെറുക്കി എടുത്തോളാൻ പറയുമ്പോൾ ഉണ്ടപ്പൻ കണ്ണ് തള്ളി അത് മുഴുവൻ പെറുക്കി കൂട്ടാൻ തുടങ്ങും. അപ്പോൾ അതേസമയം വില്ലന്റെ 2-3 ആളുകള് ഇപ്പൊ താഴേക്ക് ആ ഉണ്ടപ്പൻ കൂട്ടിക്കൊണ്ടുവന്ന ഗ്രാമത്തിലെ പ്രമുഖന്മാരുടെ അടുത്തേക്ക് പോവും. ഇവിടെ ആ മെയിൻ വില്ലൻ വലിയൊരു കത്തി എടുത്ത് ഉണ്ടപ്പന്റെ പുറകിൽ ചെന്ന് നിൽക്കും. നീ നിന്റെ ഗ്രാമത്തെ പോലെ ഒറ്റ കൊടുത്തുകൊണ്ട് ഞങ്ങളെ സഹായിച്ചു, നാളെ ഇതിലും കൂടുതൽ പണം കിട്ടിയാ തീർച്ചയായിട്ടും നീ എന്നെയും ചതിക്കുമെന്ന് പറഞ്ഞ് അവൻ കത്തിയെടുത്ത് ഇപ്പൊ കുത്താൻ വരും. അത് കണ്ട ഉണ്ടപ്പൻ നോ എന്ന് പറഞ്ഞ് അലറുമ്പോഴേക്കും താഴെ ഉണ്ടായിരുന്ന ഗ്രാമത്തിലെ എല്ലാവരെയും തന്നെ ഈ ഒരു വില്ലന്റെ ശിങ്കിടികള് ഇപ്പൊ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അവൻ ഒട്ടനെ ജീവനും കൊണ്ട് ഓടും. അപ്പോഴേക്കും ആ ഒരു വില്ലൻ അവന്റെ പുറത്ത് കത്തി കുത്തി അങ്ങോട്ട് ഇറക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഹിനട്ടക്കുട്ടപ്പി ആ ഒരു മർച്ചന്റുമാരെ ആരും ഉപദ്രവിക്കാതിരിക്കാനായിട്ട് അവർക്ക് ചുറ്റും എന്തോ ഒരു രക്ഷാ കവചം തന്നെ ഇപ്പൊ കെട്ടിയിടും. പക്ഷെ മർച്ചന്റുമാർക്ക് അവർക്ക് ഓൾറെഡി അവരുടെ ഗ്രാമത്തിൽ കയറി പറ്റാൻ ശ്രമിക്കുന്ന ആ ഒരു വില്ലന്മാരെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം പറയും, നമ്മൾ എന്ത് വില കൊടുത്തും ആ ഒരു കുഞ്ഞി പെണ്ണിനെ, അവളെ കാത്തു രക്ഷിക്കണം. വില്ലന്മാരുടെ കയ്യിൽ അവൾ ഒരിക്കലും ചെന്നുപെടാൻ പാടില്ല. അപ്പൊ അതിലൊരു മർച്ചന്റ് നൈസായിട്ട് മുങ്ങി അവരുടെ ഗ്രാമത്തില് ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് ഗ്രാമത്തിലേക്ക് ഓടാൻ തുടങ്ങും. കുട്ടപ്പന് ഡൗട്ട് അടിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ കാണാനില്ല. അവൻ എവിടെയും ചോദിക്കുമ്പോൾ അവര് കാഷ്വലായിട്ട് പറയും, അവൻ ജസ്റ്റ് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോയതാണ്, ഇപ്പൊ തന്നെ വരും. അപ്പോൾ അതേ സമയത്ത് ആ മർച്ചന്റ് ആവട്ടെ ഇപ്പൊ കാട്ടിലൂടെ അവരുടെ ഗ്രാമത്തെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു വില്ലൻ കറക്റ്റായിട്ട് അവന്റെ മുൻപിൽ ചാടി വീണ് ഒരു ബ്ലേഡ് എടുത്ത് അവന് നേരെ വലിച്ചെറിയും. അതിന് മർച്ചന്റ് ഇപ്പൊ എന്തൊക്കെയോ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത് വന്ന നിന്നെ തീർച്ചയായിട്ടും ഞാൻ കൊന്നുകളയും. പക്ഷെ വില്ലൻ അതൊന്നും കേൾക്കാതെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോ നമ്മുടെ മർച്ചന്റ് അവൻ കത്തിയെടുത്ത് വീശി അവിടെയുള്ള പൂക്കളെല്ലാം തന്നെ അവന്റെ നേരെ അട്ടിച്ച് തെറിപ്പിച്ചു വിടും. പക്ഷെ വില്ലൻ അവൻ സൈഡിൽ തട്ടി ശബ്ദം ഉണ്ടാക്കി അവന്റെ ശ്രദ്ധ തിരിച്ച് ഒരുപാട് ഫയർ ബോംബുകൾ അവന് നേരെ വലിച്ചെറിയും. അപ്പൊ ദൂരത്തായിട്ട് വലിയ ശബ്ദം കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ ആൾക്കാരും ബാക്കിയുള്ള മർച്ചന്റുകളും അത് കേട്ട് ഷോക്കാവും. ഇവിടെ വില്ലൻ ഒരുപാട് വെള്ളം എടുത്ത് വലിയൊരു ഗോളം തീർത്ത് അവനെ അടിക്കാൻ പോകുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.